ഫാം കാണാൻ പോവാട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരോട് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് വന്നോളാൻ പറഞ്ഞു. അപ്പം നിങ്ങളും കൂടെ വായോ. ഒരു ഫാം ഹൗസ് കണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇങ്ങനെയുള്ളൊരു ഫാം ഹൗസിൽ താമസിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഒരു ഹൗസിൽ താമസിക്കാൻ വേണ്ടിയിട്ട്. കുറേ സ്ഥലവും ഒരു വീടും ഒക്കെ ഉള്ള സ്ഥലത്ത് താമസിക്കാൻ. ഇതാണ് മാൻഡിബിൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ അടുത്തുള്ള സ്ഥലമാണിത്. ഇവിടെ ഒരു ഏവിയേഷൻ മ്യൂസിയം ഒക്കെ ഉണ്ട്. ഇവിടുന്ന് പഴയ വിമാനത്തിൽ നമുക്ക് പറക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് കേട്ടോ. പോകുന്നുണ്ടോ? ധൈര്യമുണ്ടോ? എനിക്ക് പേടിയാ. ഒന്ന് പൊക്കി നോക്ക്. നല്ല അത്ര വലിയ റേറ്റ് ഒന്നുമില്ല, പക്ഷെ പഴയ വിമാനമാണ്. എനിക്ക് പേടിയാ, ഞാനില്ല. എനിക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കണം. അതിനെ പഴയ വിമാനം പുതിയ വിമാനത്തിൽ അവർക്ക് വർത്തിക്കൂടെ? പഴയ ഒരാൾക്ക് ഇരിക്കാവുന്നതും രണ്ടുപേർക്ക് ഇരിക്കാവുന്നതും നോക്കിയല്ലേ, അങ്ങനത്തെ വിമാനം. അവരിവിടെ ഒരു ട്രെയിനും ഉണ്ട്, പഴയ ഒരു ട്രെയിന്. അത് ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ കൊണ്ടുപോകുക ചെയ്യും. നമുക്ക് എന്തായാലും വിമാനത്തിന്റെ ഒന്ന് അന്വേഷിച്ച് നോക്കാം, ഒന്ന് കയറി നോക്കാൻ പറ്റും. അതങ്ങോട്ട് പൊട്ടിപ്പൊളിച്ച് താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വയ്യ. എൻ്റെ മക്കളുണ്ട് എനിക്ക്. അങ്ങനെ ഞങ്ങൾ ഫാമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പശുക്കളെയൊക്കെ കറക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയമാവുന്നതേ ഉള്ളൂ. ഇവിടെ നിന്നാണ് പശുക്കളെയൊക്കെ കറക്കുന്നത്. ആ വലിയ ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ നിറച്ചും പശുവിനുള്ള തീറ്റയാണ് കേട്ടോ. ഈ ടാങ്കിലാണ് കേട്ടോ പറഞ്ഞത്. ഇത് നിറച്ചും തീറ്റയാണ് പശുവിനുള്ളത്. ഇപ്പോൾ കറക്കാൻ വേണ്ടി വരുമ്പം ആ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീറ്റയാണ്. ഇത് ആ പൈപ്പിൽ കൂടെ ഉള്ളിലേക്ക് പോകും. ഇതാ കറക്കുന്നതിനുള്ള ഉപകരണങ്ങളൊക്കെ കേട്ടോ. ആ സൈഡിൽ കാണുന്ന പൈപ്പിൽ കൂടിയാണ് ആ നേരത്തെ പറഞ്ഞ തീറ്റ വരുന്നത്. പശുക്കളെല്ലാം ഇവിടെ കൊണ്ട് നിർത്തും. എന്നിട്ട് ഒരേ സമയത്ത് തന്നെ ഒത്തിരി പശുക്കളവിടെ കറക്കാൻ പറ്റും. വരുന്നുണ്ട്. പശുക്കളൊക്കെ വരാൻ തുടങ്ങി. അപ്പം ആളുകളെ കണ്ടപ്പോൾ ഏറ്റവും ഇങ്ങോട്ട് വരാനൊരു മടിയായിരുന്നു. അപ്പം പേടിച്ചവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ മെല്ലെ ഒന്ന് മാറി നിന്നതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. എല്ലാവരും ഇവിടെ കയറ്റി ഈ റൗണ്ടിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും അവരുടെ ഊഴം കാത്തിരിക്കുകയാണ്. ഈ കാണുന്ന വണ്ടിയും കൊണ്ട് പോയിട്ടാണ് പുള്ളി അതിനെ ഓടിച്ചുകൊണ്ട് വരുന്നത്. എല്ലാത്തിനെയും അവിടെയുള്ള ഈ ഓരോ ഗേറ്റ് ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് തിരിച്ചിരിക്കുകയാണ് ഈ ഫാം. അപ്പോൾ ഓരോ സമയത്ത് ഓരോ സെക്ഷനിലേക്ക് വിടുക.
അപ്പോൾ ആ സെക്ഷനിലെ ഗേറ്റുകളൊക്കെ തുറന്ന് ഇങ്ങോട്ടേക്കുള്ളതെല്ലാം അവർ തുറന്നിടും. എന്നിട്ട് പശുക്കളെ ആ പുറകെ കൂടെ പോയിട്ട് ആ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വരും. പണ്ട് കാലത്തൊക്കെ പട്ടികളെയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇങ്ങനത്തെ വണ്ടിയും കൊണ്ട് ആൾക്കാർ പോലാണ്. പട്ടികളുണ്ട് കൂടുതലും, പക്ഷേ അത് ആടുകളെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇവിടെ ഇവർ 2 പേരാണ് ജോലി ചെയ്യുന്നത്, ഭാര്യയും ഭർത്താവുമാണ്. അവർ ഉറുഗ്വേ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്, സൗത്ത് അമേരിക്കയിലുള്ള ഉറുഗ്വേ എന്ന് പറഞ്ഞ രാജ്യത്തു നിന്നാണ് അവർ വന്നത്. അവർ ഈ ഇതിനായിട്ട് തന്നെ വന്നതാണ്. പുള്ളിക്കാരിയാണ് ഇതിൻ്റെ ഇവിടുത്തെ മാനേജർ. ഇതിൻ്റെ ഓണേഴ്സ് വേറെയാണ്. ഇവർ ഇവിടെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിത് കഴിഞ്ഞിട്ട് നമ്മളോടും ട്രൈ ചെയ്തോളാനൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പശുവിനെ കറക്കുന്നതൊക്കെ. You speak in Spanish? Hola, hello. Hola, hello, hello. Hello? Yeah. It's hola. Hola. Hola, Uruguay. Hola, Uruguay. Uruguay is the name of my country. Okay, yeah. ഇതിവിടെ കറവ് കഴിഞ്ഞ് പോകുന്ന പശുക്കളിലെയൊക്കെ അകിടിലേക്ക് മരുന്നടിക്കുന്നതാണ്. ഒരു സെൻസറാണ്. പശുക്കൾ അത് പാസ് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മരുന്ന് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും.